നടവേൽ നെയ്ക്കുപ്പിയിൽ കടുവ പോത്തിനെ കൊന്ന സംഭവം പ്രതിഷേധവുമായി നാട്ടുകാർ നടവേൽ ടൗണിൽ റോഡ് ഉപരോധിച്ചു. പനമരം ബീനാച്ചി നടവേൽ റോഡും നടവേൽ നെല്ലിയമ്പം പനമരം റോഡുമാണ് ഉപരോധിച്ചത്. നടവേൽ ടൗണിൽ നടുറോഡിൽ പന്തലിട്ടായിരുന്നു പ്രതിഷേധം. നേരത്തെ പുൽപ്പള്ളി നടവേൽ റോഡും ഫോറസ്റ്റ് ഓഫീസും ഉപരോധിച്ചിരുന്നു. ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നടവേൽ ടൗണിലേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രിയോടെയാണ് കടുവ പോത്തിനെ കൊന്നത്. കടുവ കൊന്ന് പോത്തുമായിട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. തുടർന്ന് പോത്തിന്റെ ഉടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും പ്രദേശത്ത് ഫെൻസിംഗ് ജോലികൾ പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. കൂടാതെ പ്രദേശത്ത് സ്ഥിരം ഫോറസ്റ്റ് വാച്ചറെ നിയമിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ചവരുടെ പേരിൽ നടപടിയെടുക്കില്ല. ഈ ഉറപ്പുകൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നഷ്ടപരിഹാരം നൽകുക. ഈ നിർദ്ദേശം നമ്മൾ വെച്ചിരുന്നു. സ്ഥിരം ഫോറസ്റ്റ് വാച്ചറെ നിയമിക്കുക. അതായത് മുഴുവൻ സമയം ഡ്യൂട്ടിക്ക് അവിടെ ഫോറസ്റ്റ് വാച്ചറെ അവിടെ നിയോഗിക്കണം. അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും അവിടെ പ്രദർശിപ്പിക്കണം. പിന്നെ പോത്തിനെ സ്വകാര്യ സ്ഥലത്ത് കടുവ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാമറ സ്ഥാപിച്ച് കടുവ പിടികൂടാനുള്ള സംവിധാനം ഏർപ്പാടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൺ നമ്പറും ഇതും അവിടെ ഉണ്ടായിരിക്കും. പിന്നെ പോത്തിനെ പിടിച്ച കൊന്ന കടുവയെ സ്വകാര്യ സ്ഥലത്തു നിന്ന് പിടിക്കുക. അത് തീർച്ചയായും ഇപ്പോൾ പിന്നെ കാട്ടിൽ നിന്നല്ല പുറത്തുനിന്ന് എവിടെ നമുക്കൊരു ഇമേജ് വെച്ച് അതിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനെ പിടിച്ചിരിക്കും. ഇതിന് പ്രതിഷേധക്കാരുടെ നടപടികൾ എടുക്കാതിരിക്കാം. കാരണം ഇവിടുത്തെ പ്രതിഷേധമായിട്ട് നടവേൽ ടൗണിലെ പ്രതിഷേധമായിട്ട് നമുക്ക് യാതൊരു പരാതിയില്ല. കാരണം അത് ഒരു ഫോറസ്റ്റിൽ നിന്നുള്ളതാണ്.